CPM-ന്റെ പ്രധാന മുഖമായിരുന്നു സുരേഷ് കുറുപ്പ്. ഒരു കാലത്ത് നമുക്കറിയാം പലരെയും പരാജയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അത്ഭുതങ്ങൾ കാണിച്ചിരുന്ന ഒരു നേതാവ് കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുമായി CPM-മായി ഇടഞ്ഞു നിൽക്കുകയാണല്ലോ. ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകുമോ? ഈ വളരെ സംശുദ്ധമായ ഒരു രാഷ്ട്രീയ ജീവിതമാണ് സുരേഷ് കുറുപ്പ്. അത് പലർക്കും മാതൃകയാക്കാവുന്നതുമാണ്. വി എസിൻ്റെ സ്കൂളാണിത്. വി എസ് അച്യുതാനന്ദനുമായിട്ട് വലിയ അടുപ്പമുണ്ടായിരുന്നു. വി എസിൻ്റെ മരണശേഷം ഇദ്ദേഹം മാതൃഭൂമി വരാന്ത പതിപ്പിൽ എഴുതിയ ഒരു ലേഖനം വളരെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോഴും. അതിനകത്ത് ആലപ്പുഴയിൽ വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് വി എസിനെതിരായിട്ടുള്ള വി എസിൻ്റെ കൊച്ചുമക്കളുടെ പ്രായമുള്ള വനിതയും യുവാവും ഒക്കെ കൂടി ഇദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് പ്രയോഗം നടത്തിയതും അദ്ദേഹത്തിന് വളരെ ക്ഷീണമുണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശമൊക്കെ നടത്തിയതും എന്ന് സുരേഷ് കുറുപ്പ് തന്നെ പറയുന്നുണ്ട്. സുരേഷ് കുറുപ്പ് പറഞ്ഞപ്പോൾ അതൊന്നുകൂടി ജനങ്ങളിലത് ഉറച്ച വിശ്വാസത്തിലും എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം സുരേഷ് കുറുപ്പ് അത്ര വിശ്വാസ്യത ഉള്ള കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ എന്നുള്ളതാണ്. ഇദ്ദേഹം മികച്ച പാർലമെൻറ്റേറിയനായിരുന്നു. കേരള നിയമസഭയിലും ഉണ്ടായിരുന്നു. ഏറ്റുമാനൂരിൽ നിന്നാണ്. ഈ ഏറ്റവും അവസാനം അദ്ദേഹത്തെ ജോസ് കെ മാണിയാണ് ഇദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത്. ഒരു തവണ ഇദ്ദേഹം കേരളത്തിൽ മുഴുവൻ UDF തരംഗമുണ്ടായിരുന്ന അവസരത്തിൽ ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം ആ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് നിന്ന് ജയിച്ച ഏക CPM-കാരനാണ്. ചെന്നിത്തല പരാജയപ്പെടുത്തിയല്ലേ? അതെ, ജയിച്ച ഏക CPM-കാരനാണ് സുരേഷ് കുറുപ്പ്. ഈ കോളേജിലൊക്കെ SFIയുടെ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനൊക്കെ ആയിരുന്നു കേട്ടോ. SFIയുടെ ഒരു വലിയ മുഖമായിരുന്നു എന്നുള്ളതാണ്. അതാണ് SFI എന്ന് പറയുമ്പം നമ്മൾ ഇപ്പം കേൾക്കുന്നവർ നമ്മൾ കാർക്കിച്ച് മുഖത്ത് നോക്കിക്കളി. കാരണം ആർഷോയെ അല്ലേ കണ്ടിട്ടുള്ളത്. ആ ആർഷോയൊക്കെ ആ പ്രസ്ഥാനത്തിൽ ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ തന്നെ ഒരു അറപ്പാണ്. പണ്ട് ജയിക്കുണ്ടായിരുന്നു. അതെ, ജയിക്കുണ്ടായിരുന്നു. സുരേഷ് കുറുപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ യൂണിവേഴ്സിറ്റി യൂണിയന് ഉണ്ട്, എല്ലാ കോളേജുകളിൽ നിന്നുള്ള അതിൻ്റെ ചെയർമാനായിരുന്നു എന്നുള്ളതാണ്. എന്തെല്ലാം വിപുലമായ പരിപാടികളാണ് ഇവർ നടത്തുന്നതെന്നറിയാമോ? വളരെ അക്കാദമിക് ആയിട്ടുള്ള ബൗദ്ധികമായിട്ടുള്ള ചില പരിപാടികളും ഒക്കെ നടത്തി അങ്ങനെ വലിയ ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സുരേഷ് കുറുപ്പ് ഇങ്ങനെ ഒരു വി എസുമായിട്ട് അടുപ്പം സ്ഥാപിച്ചുകൊണ്ടുള്ള ലേഖനം വന്നതിന് ശേഷമാണ് ഒരുപാട് സമൂഹ മാധ്യമങ്ങളും എഴുതിയിരിക്കുകയാണ് സുരേഷ് കുറുപ്പ് CPM വിടുന്നു, കോൺഗ്രസിലേക്ക് പോകും, UDF സ്ഥാനാർത്ഥി എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പക്ഷെ അതൊരിക്കലും വിശ്വസിക്കുന്നില്ല കേട്ടോ. കാരണം അങ്ങനെ സുരേഷ് കുറുപ്പ് പോകില്ല. അത് കോൺഗ്രസിലേക്കെന്നല്ല, BJP-യിലേക്ക് പോലും ഒരു പാർട്ടിയിലേക്കും പോകത്തില്ല. CPM-കാരനായിട്ട് തന്നെ അദ്ദേഹം നിൽക്കുമെന്നുള്ളതാണ്. CPM-ൻ്റെ ആദർശവും ശുദ്ധിയും അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഒക്കെ മാറി മറിഞ്ഞാൽ പോലും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് നിൽക്കും. ഇപ്പോഴും ഞാൻ ചോദിച്ചോട്ടെ, പിണറായി വിജയനോടും പിണറായി വിജയൻ്റെ ഈ ഇത്തരത്തിലുള്ള പാർട്ടിയെ കൊണ്ടുപോകുന്ന രീതിയോടും അതൃപ്തിയുള്ള നിരവധി കമ്മ്യൂണിസ്റ്റുകാരുണ്ടല്ലോ CPM-നകത്തെ. അവരെ ആരെങ്കിലും പാർട്ടി വിട്ടുപോയോ? ഇല്ല. അവരിപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരെ എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുന്നു. ഈ വി എസിന് ഒരുപാട് പേരുണ്ടായിരുന്നു, അനുയായികളൊക്കെ. അവരെ പലരെയും ഒക്കെ പിണറായിയെ വിലക്കെടുത്തു. പിണറായി വളരെ പതുക്കെയാണല്ലോ കാര്യങ്ങളെല്ലാം കീഴ്പ്പെടുത്തി കൊണ്ടുവന്നത്. ഓരോ പാർട്ടി സമ്മേളനം കഴിയും തോറും അദ്ദേഹം ഓരോ ഘടകങ്ങളെ അദ്ദേഹം തൻ്റെ കാൽച്ചുവട്ടിലേക്ക് കൊണ്ടുവന്നു. പാർട്ടി സെക്രട്ടറിയായി 15 കൊല്ലം. പിന്നീട് ക്രമേണ ഭരണം പിടിച്ചെടുത്തു. ഇപ്പോൾ 2011 വി എസ് അച്യുതാനന്ദൻ അധികാരത്തിൽ വരും എന്ന് തോന്നിയപ്പോഴാണ് പിണറായി എന്ത് ചെയ്തു? പാർട്ടിയെ തോൽപ്പിച്ചു. വി എസിന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ല. വി എസ് ജയിക്കുകയും ചെയ്തു. 2006 പാർട്ടിയും വി എസും ജയിച്ചു വന്ന് വി എസ് മുഖ്യമന്ത്രിയായ സമയത്ത് ഭരണം നടത്തിയിരുന്നത് ഏത് തരത്തിലാണ്? വി എസിൻ്റെ കയ്യും കാലും കെട്ടിയിട്ടിരിക്കുകയല്ലായിരുന്നു? പാർട്ടി സെക്രട്ടറി അല്ലായിരുന്നു ഭരണം നടത്തിക്കൊണ്ടിരുന്നത്?
പിന്നെ പിണറായിയുടെ പാർട്ടി സെക്രട്ടറി വിട്ടിട്ടുള്ള ആൾക്കാർ തന്നെയായിരുന്നു VSന്റെ കൂടെ ഉണ്ടായിരുന്നതുമൊക്കെ. അപ്പം ക്രമേണ ഈ VSന്റെ കൂടെ നിന്ന പലരെയും ഒക്കെ അങ്ങ് പിണറായി വിലക്കെടുത്തു. അങ്ങനെ ചാടി അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ച് അവർ VS അച്യുതാനന്ദനെ ഉപേക്ഷിക്കുക. ഓരോരോ പിന്നെ നേട്ടമുണ്ടായി, ഓരോ സ്ഥാനങ്ങളിൽ ഇരുത്തി. അപ്പോൾ എന്ത് ചെയ്തു? എല്ലാവരും തൃപ്തരായി. അങ്ങനെ കഴിയുന്നവരൊക്കെ തന്നെ ഇപ്പോഴും പിണറായിയുടെ ഭരണത്തിൽ തൃപ്തരാണ്. ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം പറ്റുന്നവർ. സാധാരണ ജനത്തിന് എന്ത് ആനുകൂല്യം? ജീവിതം പോലും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കാത്ത ഭരണകൂടമാണ്. അവർക്ക് പിന്നെ പിണറായിയെ വെറുക്കാനല്ലേ കഴിയുകയുള്ളൂ. അപ്പോൾ അങ്ങനെ പലരെയും അങ്ങനെ പിണറായി വിലക്കെടുത്ത് കഴിഞ്ഞു. പക്ഷെ അങ്ങനെ വിലക്കെടുക്കാൻ കഴിയാത്ത ചിലരുണ്ടായിരുന്നു എന്നുള്ളതാണ്. അക്കൂട്ടത്തിൽ വരുന്നവരൊക്കെയാണ് ഈ സുരേഷ് കുറുപ്പ്. അതുപോലെ തന്നെ റാന്നിയിലെ MLA, പിന്നെ അവിടുത്തെ ജ്യോതി ബസു എന്ന വിശേഷണത്തോടു കൂടിയ രാജു എബ്രഹാം 5 തവണ MLA ആയിരുന്നു എന്നുള്ളതാണ് റാന്നിയിൽ നിന്ന്. 2016 വരെ. 2016 അദ്ദേഹത്തിന് മന്ത്രി പദവി കൊടുക്കുമെന്ന് പറഞ്ഞു, വിചാരിച്ചു, കൊടുത്തില്ല. 2021 അദ്ദേഹത്തെ മാറ്റി നിർത്തി. ഇപ്പോൾ പത്തനംതിട്ടയുടെ CPMന്റെ ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം. പിന്നെ ഞാൻ ചോട്ടെ, ഗുരുദാസനെ ഒതുക്കിയില്ലേ? PK ഗുരുദാസനെ ഒതുക്കിയിട്ടാണ് കൊല്ലം ആർക്ക് കൊടുത്തത്? മുകേഷിന് കൊടുത്തത്. അത് പോയി, ആ മണ്ഡലം പോയി. ആ മണ്ഡലം കോൺഗ്രസ്സുകാരുടെ പിടിയിലേക്ക് പോവുകയാണ്. 2 തവണ മുകേഷിനെ ജയിച്ചു. കൊല്ലത്തുകാർക്ക് അവർ പിന്നെ തലയിൽ കൈവച്ച് പിന്നെ നിൽക്കുകയാണ്. അവർക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് ആലോചിച്ച് നിൽക്കുന്നുണ്ട്. 2026 കോൺഗ്രസിൽ നിന്ന് ഏത് കുറ്റിച്ചൂലിനെ കൊണ്ട് നിർത്തിയാലും അവിടെ ജയിക്കുമെന്ന് ഉറപ്പാണ്. പിന്നെ മുകേഷിന് സീറ്റ് കൊടുക്കത്തില്ല. മുകേഷിന് കൊടുക്കാതിരിക്കാൻ പാർട്ടി വളരെ ശ്രമിക്കുന്നുണ്ട്, അവിടുത്തെ CPM ഘടകം തന്നെ. പക്ഷെ ചിന്തോ ജെറോം അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. അതും ഇതിനേക്കാൾ വലിയ ദുരന്തമായിരിക്കും. അല്ല, അതിനേക്കാൾ മുകേഷ് മത്സരിക്കുന്നതാണ് നല്ലത്. അതെ. അപ്പം ഇങ്ങനെ ഒരു തരത്തിലുള്ള കാര്യങ്ങളിലും പാർട്ടിക്ക് വേണ്ടി അല്ലാതെ വഴങ്ങാതെ നിൽക്കുന്ന ആളായിരുന്നു സുരേഷ് കുറുപ്പ് എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് ഫേസ്ബുക്കിൽ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തെ ഇത്തരത്തിൽ ചിത്രീകരിച്ചു. UDFിലേക്ക് പോകുന്നു, ഏറ്റുമാനൂരിൽ മത്സരിക്കും എന്നൊക്കെ പറഞ്ഞ്. കാരണം അവിടെ വാസവൻ ഇപ്പം വലിയ എതിർപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരവും ഉണ്ട്. തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് വിജയിക്കാമെന്നുള്ളതാണ്. കോട്ടയം ജില്ലയിൽ CPMനുള്ളത് ഒരു ഇടം മാത്രമാണ്, ഏറ്റുമാനൂരിൽ. ബാക്കിയുള്ളത് LDF ഘടകകക്ഷിയായ ജോസ് കെ മാണി വിഭാഗത്തിലുണ്ട്, 3 സീറ്റുണ്ട്. ഈ VN വാസവൻ കോട്ടയം മണ്ഡലത്തിൽ നിന്ന് തിരുവഞ്ചൂരിനെ പേടിച്ച് പോയ ആളാണ്. തിരുവഞ്ചൂർ പിന്നെ ഇങ്ങനെ ഭൂരിപക്ഷം കൂട്ടി വരികയാണ്. നല്ല നേതാവല്ലേ തിരുവഞ്ചൂർ? കോട്ടയത്തിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ആളാണ് അദ്ദേഹം. അങ്ങനെ വീണ്ടും അവിടെ നിന്നാൽ പരാജയപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് VN വാസവൻ അങ്ങനെ ഏറ്റുമാനൂരിലേക്ക് പോയത്. അതാണ് ഈ ഏറ്റുമാനൂരിൽ ചെന്നാൽ സുരേഷ് കുറുപ്പിന് വിജയമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സമൂഹ മാധ്യമങ്ങൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അവർക്ക് മറുപടി എന്നോണമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതി, പാർട്ടി എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ പ്രതിരൂപവും പതാകയുമാണ്. പിന്നെ ഞാൻ രാഷ്ട്രീയം മറന്ന് എന്തെങ്കിലും സ്ഥാനമാനങ്ങളുടെ പിറകെ പായുന്ന ഒരാളല്ല. തെരഞ്ഞെടുപ്പോ അതിലൂടെ ലഭിക്കുന്ന സ്ഥാനലബ്ധികളോ എനിക്ക് പ്രധാനമല്ല. എൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വന്ന അവസരങ്ങൾ മാത്രമായിരുന്നു അതെല്ലാം തന്നെ. എൻ്റെ രാഷ്ട്രീയമാണ് എനിക്ക് മുഖ്യമെന്ന് എന്നെ സ്നേഹിക്കുന്ന മിത്രങ്ങളെയും എന്നിൽ വിശ്വാസമർപ്പിച്ചിട്ടുള്ള ജനങ്ങളെയും എനിക്കറിയാത്ത കാരണങ്ങളാൽ എന്നോട് ശത്രുഭാവേന പ്രവർത്തിക്കുന്നവരെയും അറിയിക്കട്ടെ എന്നാണ് സുരേഷ് കുറുപ്പ് ഈ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും അദ്ദേഹം CPM വിടില്ല എന്ന് വിചാരിച്ച് CPMനകത്തെ ഈ പിണറായിയുടെ ഈ ചെയ്തികളൊക്കെ അംഗീകരിച്ച് നിൽക്കുന്ന ആളാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് സുരേഷ് കുറുപ്പ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.